വന്നിരിക്കുകയാണല്ലോ. യേശുവേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ, ദേശത്തെ, ദേശവാസികളെ, ഞങ്ങളുടെ മിത്രാദികളെ, ഞങ്ങളുടെ കർത്താവ് സമശിഷ്ടങ്ങളെ മുഴുവൻ പേരെയും ഞങ്ങളെ ആരൊക്കെ ഓർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവായ യേശു സാധ്യമാക്കി നൽകണമേ. കർത്താവ് പറഞ്ഞ്, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, വിടുവിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, നന്മകൾ പ്രാപിക്കും, അവർ ഉയർച്ച തന്നെ കാണും. ഇന്ന് പകൽക്കാലത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചാലും മുഴുവൻ പേരും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു പറയത്തക്ക നിലവാരത്തിലേക്ക് അങ്ങ് ഉയർത്തണമേ. എല്ലാവരും താഴ്ത്തുന്നു, മാനഭകത്വം പൊഴിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്നുകൂടി കഥ അനുസ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മളിന്ന് കൂടി വന്നത് ദൈവഹിതം പോലെയാകുന്നു അല്ലേ? ആമേൻ. ദൈവഹിതം പോലെ ഉള്ളവരാണ് കൂടി വന്നതല്ലേ? ദൈവഹിതം പോലെ ഇല്ലാത്തവർ, ദൈവഹിതം പോലെ അല്ലാത്തവരാരും കൂടി വന്നിട്ടില്ല. ദൈവഹിതമായിട്ടുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം, ദൈവത്തിന് ആരെയൊക്കെ വേണോ അവർ ദൈവസന്നിധി കൂടി വരും. ദൈവത്തിന് ആരെയൊക്കെ വേണ്ട അവരാരും വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവം പോലെ നമുക്ക് ഇന്ന് പകൽക്കാലത്തിൽ കൂടി വരുവാൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് മാത്രമേ കൂടി വരാൻ കഴിയത്തുള്ളൂ. ലോകത്തിൻ്റെ മക്കൾക്ക് കൂടി വരാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. ലോകത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം, ദൈവത്തിൻ്റെ മക്കളായി വീണ്ടും ജനിക്കണം. എന്നാൽ മാത്രമേ ആമേൻ ദൈവസന്നിധിയിൽ കൂടി വരാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? പുതുതായി ജനിച്ചില്ലെങ്കിൽ ഈ ദൈവരാജ്യം കാണുവാൻ ആർക്ക് സാധ്യമല്ല. ഇന്ന് പകൽക്കാലത്തിൽ ഈ ദൈവരാജ്യത്തിൽ കർത്താവ് ഭരണം ചെയ്യുന്ന കർത്താവായ യേശുവും തൻ്റെ ദൂതന്മാരുമായി ഭരിക്കുന്ന ഈ ലോകത്തിൽ ആമേൻ, ഹല്ലേലൂയ, കൂട്ടായ്മയുടെ നടുവിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഭാഗ്യം നൽകി. കടന്നു വന്ന മുഴുവൻ പേരെയും ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. അതേപോലെ എൻ്റെ സ്നേഹബന്ധത്തെയും നിങ്ങളുടെ നടുവിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കും. അതിന് മതിയ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി നന്മകളുണ്ട് കേട്ടോ. കർത്താവിൻ്റെ സന്നിധിയിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒത്തിരി നന്മകളെ എൻ്റെ ദർശനത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. 2023 ആണ്ടിൻ്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ ആ നന്മകളെക്കുറിച്ച് എന്നെ കാണിപ്പാനിടയിൽ തീർന്നു. ഒത്തിരി ആമേൻ കിലോമീറ്ററുകൾ, ഒത്തിരി ആമേൻ മലകൾ, ഒത്തിരി വിളഞ്ഞിരിക്കുന്ന ആമേൻ അനുഭവങ്ങളെ, ഒത്തിരി സമൃദ്ധിയെ മഞ്ഞുകൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ആമേൻ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഒരു ആഹാര പദാർത്ഥമായാലും ധാന്യമായിരുന്നാലും ഒരു പഴമായിരുന്നാലും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെ സൂക്ഷിക്കും? നമ്മുടെ വീട്ടിലുള്ള ക്രമീകരണം എന്ന് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അതിൽ മഞ്ഞിൻ്റെ അനുഭവം, തണുപ്പിൻ്റെ അനുഭവം കൊണ്ടാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അതേപോലെ ദൈവം എന്ന കർത്താവ് ഒത്തിരി മലകൾ, എണ്ണിയാലൊടുങ്ങാത്ത മലകൾ വിളഞ്ഞ് മുടുവി ഇങ്ങനെ ആമേൻ തൻ്റെ മക്കൾക്ക് തന്നെ അനുഗമിക്കുന്നവർക്ക് കൊടുക്കുവാൻ വേണ്ടി വിളയിച്ചിങ്ങനെ വച്ചിരിക്കുകയാണ്. അതാരും പ്രാപിച്ചെടുത്തിട്ടില്ല കേട്ടോ, പ്രാപിച്ചെടുത്തിട്ടില്ല. അത് കൂരിൽ കൊണ്ട് മൂടിയിരിക്കുന്ന അനുഭവത്തെ എന്നെ ദൈവാത്മാവ് കാണിപ്പാനിടയെത്തുന്നു. ആ നന്മകളെയൊക്കെയും നമ്മുടെ ജനത്തിന് കർത്താവ് പകർന്ന് നൽകുവാനിടയെത്തിയും അത് പ്രാപിച്ചെടുക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? ഞാൻ പ്രാപിച്ചെടുക്കും. നമ്മിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകൾ, തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ ഇത്ര പേർ പ്രാപിച്ചെടുക്കും? വിശ്വസിക്കുന്നവർ ഒന്ന് കരം കൊട്ടി ഹല്ലേലൂയ, ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. യെസ്, ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കും, കർത്താവ് എനിക്ക് നൽകും. ഇന്ന് പകൽക്കാലത്ത് കൂടി വന്ന മുഴുവൻ പേരെയും ഞാൻ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടിയുള്ള ഒരു ദൈവമക്കൾ ഒന്നുകൂടി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരൊക്കെയും നിലനിൽക്കും. നമ്മൾ നിലനിൽക്കും. ഇവിടെ മാത്രമല്ല, നമ്മളിവിടെ ആമേൻ ഇവിടെ കഴിഞ്ഞു പോയാൽ നമ്മൾ സ്വർഗത്തിൽ പിന്നെ നമ്മൾ കാണും. നമ്മെ ചേർക്കുവാൻ വേണ്ടി, പിന്നെയും ചേർക്കുവാൻ വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണും. വിശ്വാസത്തോടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുമ്പോൾ തന്നെ അത് വിടുതലും അനുഗ്രഹവുമായി തീരുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ പുത്രന്മാർ
രാജ്യത്തിൻ്റെ പുത്രന്മാർ എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങളെ ദൈവസന്നിധിയിൽ വിവരിപ്പാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവമായി ഈ വചനങ്ങളെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവാത്മാവ് എല്ലാവരും ഒരുങ്ങിയിരിക്കാൻ ദൈവാത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ, രാജ്യത്തിൻ്റെ പുത്രന്മാർ. നമ്മൾ ആരാണ്? ദൈവസഭ എന്ന് പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടെ ഇരിക്കാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ആമേൻ. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം അവർക്ക് ഒത്തിരി ഫ്രീഡം വേണമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആരുടെ പുത്രന്മാരാണ്? ദൈവത്തിൻ്റെ പുത്രന്മാരാണോ ലോകത്തിൻ്റെ പുത്രന്മാരാണോ? നമ്മളൊക്കെയും ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ലോകത്തിൻ്റെ പുത്രനാണോ ദൈവത്തിൻ്റെ പുത്രനാണോ? ദൈവത്തിൻ്റെ പുത്രന്മാർ. ആമേൻ. കർത്താവിൻ്റെ ദാസിയും നമ്മുടെ ജനമൊക്കെ ഈ പറഞ്ഞു, നമ്മുടെ ആട്ടിൻകൂട്ടം പറയുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മാത്രമേ ഫലം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് ഫലം കൊടുക്കുവാൻ, ദൈവത്തിന് നന്മ പകരുവാൻ, നന്മ ചെയ്യുവാൻ, ആമേൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, സഹതപിപ്പാൻ, അനുഗ്രഹിപ്പാൻ, രക്ഷിപ്പാൻ, വിട്ടിരിപ്പാൻ, നയിപ്പാൻ അതിന് സാധിക്കത്തുള്ളൂ. അല്ലാതെ ലോകത്തിൻ്റെ പുത്രന്മാർ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആയതുകൊണ്ട് നമ്മൾ ദൈവത്താൽ ജനിക്കണം, ദൈവത്താൽ ജനിച്ചു വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തോത്രം ചെയ്യും. നാം ഇന്ന് പകൽക്കാലത്തിൽ വായിച്ച സങ്കീർത്തനം എന്ന് പറയും 29 സങ്കീർത്തനമാകുന്നു നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത്. 29 സങ്കീർത്തനത്തിൻ്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണാൻ കഴിയും. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഇതൊക്കെ അവൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 1-2 വചനമാകുന്നു. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് തൻ്റെ മഹത്വവും ശക്തി കൊടുപ്പേ. അവിടെ ദൈവപുത്രന്മാരെ എന്ന് പറയാണ്. ഞാൻ ദൈവപുത്രന്മാരെയും ലോകത്തിൻ്റെ പുത്രന്മാരെയും കുറിച്ചാകുന്ന പകൽക്കാലത്തിൽ അല്പദിവസം നമുക്ക് ചിന്തിപ്പാൻ, നമ്മൾ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആരുടെ പുത്രന്മാരാണ്? ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും, നമുക്ക് ലോകത്തിന് കൊടുക്കുവാൻ കഴിയും. ബലഹീനർക്ക്, ഉൾക്കരുത്തില്ലാത്തവർക്ക്, ആമേൻ, ക്ഷീണിച്ചവർക്ക്, തളർന്നുപോയവർക്ക്, തകർന്നുപോയവർക്ക്, ദുഃഖിക്കുന്നവർക്ക്, ഭാരപ്പെടുന്നവർക്ക്, ഞെരുങ്ങിയിരിക്കുന്നവർക്ക് കൊടുക്കുവാൻ കഴിയും. നമുക്ക് നമ്മുടെ കർത്താവിന് അവൻ്റെ സന്നിധിയിൽ ഒന്നിനും മുട്ടില്ല കേട്ടോ, ഒന്നിനും കുറവില്ല. അതേപോലെ തൻ്റെ മക്കൾക്ക്, താൻ ഒരുക്കി വച്ചിരിക്കുന്ന മക്കൾക്ക്, തൻ്റെ മക്കൾക്ക് ഒന്നിനും കുറവ് വരുത്തത്തില്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ദൈവത്തിനായി കൊടുക്കാം. ഇവിടെ പറയുന്ന ഭക്തൻ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പേ, യഹോവയ്ക്ക് കൊടുപ്പേ, മഹത്വവും ശക്തിയും കൊടുപ്പേ. നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കും ദൈവത്തിന്? ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയും, അല്ലേ? ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും, ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയും. നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒത്തിരി നന്മകൾ ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയും. പ്രത്യേകാല് നമ്മുടെ ഈ ആലയത്തെ ഒന്ന് നോക്കാം. ആമേൻ, ആലയത്തിൽ ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഈ ആലയത്തിൻ്റെ കൂട്ടായ്മയുടെ, നമ്മുടെ ജനത്തിനു വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ക്രമീകരണങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഒരു ആരാധന നടക്കുന്നത്, ഒരു ആലയത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആലയത്തിൻ്റെ ക്രമീകരണങ്ങളെ ക്രമീകരിക്കുന്നത് ദൈവപുത്രന്മാരാണ്, ദൈവത്തിൻ്റെ പുത്രിമാരാണ്, ദൈവത്തിൻ്റെ പുത്രന്മാർ. അവർക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുക, വെട്ടിപ്പാക്കുക, അതിന് ക്രമീകരണം ചെയ്യുക, അതിന് വേണ്ടുന്ന പദാർത്ഥങ്ങളെ ഒരുക്കുക. ആമേൻ. എന്തു തന്നെയായിരുന്നാലും അതിനുവേണ്ടി കൂടി വരിക. ദൈവപുത്രന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്താലുള്ളവർക്ക്, ലോകത്തിൻ്റെ പുത്രന്മാർക്ക് അത് കഴിയത്തില്ല. നമ്മൾ ലോകത്തിൻ്റെ പുത്രന്മാരായി, ലോകത്തിൻ്റെ പുത്രിമാരിയമായി ഇരിക്കും കാലം നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
ഹല്ലേലൂയ. ഞാൻ ഭക്തൻ പറയുന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ഒത്തിരി വചനമാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാരനായി ഞാൻ ഇരിക്കും. ഭക്തൻ പ്രത്യാശയോടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ ഒലിവ് പല്ല് തഴച്ചിരിക്കുന്ന ഒലിവ് തൈ പോലെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒലിവൊക്കെ ഒലിവ്, മുന്തിരി, അത്തി, ഇതൊക്കെ സേട്ടാനുഭവങ്ങളുള്ള വൃക്ഷങ്ങളാണ്. നല്ല വൃക്ഷമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫലം കൊടുക്കുന്നവരായി ദൈവപുത്രന്മാരായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഫലം കൊടുക്കാത്തവരെന്ത് ചെയ്യും? ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ കഴിയാത്തവരെ ദൈവം ഹല്ലേലൂയ സുഖകാലത്ത് നമുക്ക് കഴിയുന്നത് പോലെ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലം കായ്ക്കാത്തതിനെയൊക്കെയും കർത്താവ് അന്ത്യകാലത്തിൽ മുറിച്ച് തീയിലിട്ട് കളയുമെന്നാണ് പറയുന്നത്. അതിനനുസൃതമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്ന് ഇവിടെ പ്രഘോഷിപ്പാനിടയായി തീർന്നത്. ഫലം കായ്ക്കാത്തതൊക്കെയും വെട്ടിത്തീരിട്ട് ആയതുകൊണ്ട് നമ്മൾ ദൈവപുത്രന്മാരായി ജീവിക്കണം. നമ്മൾ അനുദിനം മാനസാന്തരപ്പെട്ട് ദൈവ പൈതങ്ങളായി ദൈവമക്കളായി ജീവിപ്പാൻ, ദൈവത്തിൻ്റെ പുത്രന്മാരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവപുത്രന്മാർക്ക് മാത്രമേ നന്മ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ പുത്രന്മാർക്ക് അത് സാധ്യമല്ല. ലോകത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് പറയുന്നത്, ലോകത്തെക്കുറിച്ച് പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവഇഷ്ട ചെയ്യുന്ന ദൈവപുത്രന്മാരോ എന്നേക്കും നിലനിൽക്കും എന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രന്മാര്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയത്തുള്ളൂ. മറ്റൊരാളിനെ സഹായിപ്പാനും സഹതപിപ്പാനും കരുതുവാനും കാക്കുവാനും എല്ലാറ്റിനും സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ. അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെ കുറിച്ച് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ വചനത്തെ ഒത്തിരിയൊക്കെ വിവരിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവരെ കുറിച്ച് നമ്മൾ ഒത്തിരി വിവരിപ്പാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്നവർ പുത്രന്മാരെന്ന് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കുന്നവർ. എന്താ വായിച്ചത്? 1-ാമത്തെ സങ്കീർത്തനം, നമ്മൾ 29 സങ്കീർത്തനത്തിൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. കൊടുക്കുവാൻ കഴിയുന്നത് ദൈവപുത്രന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമുക്ക് ലോകത്തിൻ്റെ നടുവിൽ നമുക്ക് ഒത്തിരി കൊടുക്കുവാൻ കഴിയുന്നവരാണ്. ആയതുപോലെ നമുക്കിപ്പോൾ നാളുകളിൽ കൊടുക്കുവാനുള്ള പ്രാപ്തിയില്ല എങ്കിൽ നമ്മളെ തക്കവണ്ണം ദൈവം പ്രാപ്തി വരുത്തുന്ന ദൈവമാണ്. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മകളെ തന്നെ കർത്താവ് നൽകുവാനിടയിൽ തീരും. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഭക്തൻ എങ്ങനത്താ പാടുന്നത്? വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും ഞാൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ഹല്ലേലൂയ. ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കും. നമുക്ക് ആമേൻ നമ്മുടെ പാത്രത്തിൽ നിന്ന്, നമ്മുടെ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മെ പ്രത്യാശിക്കുന്ന, നമ്മെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പകരുവാൻ കർത്താവ് നമുക്ക് സമൃദ്ധി നൽകും. നമ്മളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. നമ്മൾ ഉയർച്ച പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും സഹായിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. രാജ്യത്തിൻ്റെ പുത്രന്മാർ എത്ര ഉയർന്നാലും അവർക്ക് ആമേൻ പരസ്പരം സഹായിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ ലൗകികമായി സമ്പാദിക്കുന്നു, ലൗകികമായി വിതയ്ക്കുന്നു, ലൗകികമായി സ്വരൂപിക്കുന്നു. ദൈവം പറയുന്നത് എന്താണ്? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, നിലനിൽക്കത്തില്ല. എത്ര സമ്പത്തുണ്ടാക്കിയാലും ലൗകികമായിട്ട്. പക്ഷെ ദൈവത്താൽ ഉണ്ടാക്കിയാൽ അത് ഉയർച്ച തന്നെ, അത് വലിയ അനുഗ്രഹമായി തീരും. അത് തലമുറയായി ഒരു അനുഗ്രഹം തന്നെയായിരിക്കും ഇടയത്. എന്നാൽ ഞാൻ ഈ പറയപ്പെടുന്നത് ദൈവപുത്രന്മാർക്ക് ആമേൻ കൊടുക്കുവാൻ കഴിയും, ലോകത്തിൻ്റെ പുത്രന്മാർക്ക് കൊടുക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലം ചില ഉദാഹരണങ്ങളെ ചില അനുഭവങ്ങളെ ഞാനിങ്ങോട്ട് മുൻപോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. നിന്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അങ്ങനെ ദൈവപുത്രന്മാരെ ദൈവം അനുഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ നടുവിൽ ചില അനുഭവങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം ഇരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ലോകത്തിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളെന്ന് എനിക്കറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ 1-2 ഉദാഹരണങ്ങളെ പറഞ്ഞ് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തമേൻ ആമേൻ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ലോകത്തിൻ്റെ പുത്രന്മാർ എന്തു തന്നെ സമ്പാദിച്ചാലും, എത്ര തന്നെ ഉയർന്നു പൊങ്ങിയാലും ലോകവും ആമേൻ ജയം എടുക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ എത്ര തന്നെ ഉയർന്നാലും ജയം എടുക്കുവാനിടയിൽ തീരും. കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ അമേരിക്ക, ഇസ്രായേൽ ലോകത്തിനെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാനിടയില്ല. ഒത്തിരി യുദ്ധങ്ങളിൽ സഹായം ചെയ്യുവാനിടയിൽ തീർന്നു. അവരെപ്പോഴും ഒത്തിരി പേര് സഹായിച്ചു വരുന്നവരാണ്. ആമേൻ, ഹല്ലേലൂയ. മാത്രവുമല്ല, ഞാനിതിൻ്റെ അവരെക്കുറിച്ച് ചില നല്ല അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കണം കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തിൽ ഹല്ലേലൂയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ നടുവിൽ ഒത്തിരി സമൃദ്ധമായ രാജ്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി സമൃദ്ധമായ രാജ്യം ദൈവം അനുഗ്രഹിച്ച് വച്ചിരിക്കുന്നത്, സമൃദ്ധി തെരഞ്ഞെടുത്ത രാജ്യങ്ങൾ ഒത്തിരി പേരുണ്ട്. അതിൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒത്തിരി സമൃദ്ധമായ രാജ്യമല്ല. അതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും പറയാൻ ഇപ്പം സമയമില്ല. എന്നാൽ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഒത്തിരി സമൃദ്ധമായിരിക്കുന്ന രാജ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചൈന വളരെ നന്മകൾ അനുഭവിക്കുന്ന രാജ്യമാണ്. അവിടെ ഒത്തിരി സമൃദ്ധി അവിടെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. അവർ നട്ടാൽ നടുന്നതൊക്കെയും സാധ്യം, നടുന്നതൊക്കെയും 100 മേനി, വിതച്ചാൽ 100 മേനി, കൊയ്താൽ 100 മേനി. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധ്യം. എന്തൊക്കെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ആധുനിക നൂറ്റാണ്ടിൽ ഒത്തിരി ബുദ്ധിപരമായും കായികപരമായും ഒത്തിരി അവർ മുന്നിലാണ് കേട്ടോ. യുദ്ധത്തിനായാലും മുന്നിൽ, എല്ലാ തലത്തിൽ ചൈനക്കാർ മുന്നിലാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, സമ്പത്ത് ഒത്തിരി മുന്നിലാണ്. സമ്പത്ത് നോക്കിയാൽ ഹല്ലേലൂയ. സമൃദ്ധി സംബന്ധിച്ച്, ആരോഗ്യം സംബന്ധിച്ച് ക്ഷീണിതരില്ല കേട്ടോ. അവരെക്കുറിച്ച് ഞാൻ പറയുന്നത്, ചൈനക്കാർ ലോകത്തെ സഹായിച്ചിട്ടുള്ള ഒത്തിരി സമൃദ്ധിയുള്ളവരാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ചൈനക്കാർ ഒത്തിരി സമൃദ്ധിയുള്ളവരാണ്. ചൈനക്കാർ എത്ര പേരെ ലോകത്തിനെ സഹായിച്ചിട്ടുണ്ടെന്ന് സാധുക്കളെ നിങ്ങൾക്ക് ആർക്കും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞ് ഓർപ്പിച്ച് തന്നാൽ വളരെ നന്നായിരിക്കും. എൻ്റെ ജീവിതായുസ്സിൽ ഹല്ലേലൂയ ചൈനക്കാർ അവരുടെ സമൃദ്ധിയുടെ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതേ സ്ഥാനത്ത് അമേരിക്കക്കാർ ഒത്തിരി നന്മകൾ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒഴുക്കി തന്നിട്ടുണ്ട്.
പകർന്നു നൽകുന്നുണ്ട്. അവർക്ക് അങ്ങ് അവരുടെ ധാന്യ ശേഖരത്തിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടല്ല, അവരെ ദൈവം ഉയർത്തി ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി വച്ചിരിക്കുന്നത് കൊണ്ട്, അവരെ ദൈവം ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ട്, അവരെ ദേശത്തിൻ്റെ നടുവിൽ അനുഗ്രഹിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട്, അവർ ചെയ്യുന്നതൊക്കെയും ദൈവം സാധ്യമാക്കി കൊടുക്കുന്നത് കൊണ്ട്, ആ നന്മയിൽ നിന്ന് ദൈവം അവരെ മറ്റുള്ളവർക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം അവരെ വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ നമ്മൾ നോക്കിയാൽ, നമ്മുടെ ചെറുപ്പകാലത്തിൽ നോക്കിയാൽ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒത്തിരി ക്ഷീണിച്ച കാലമായിരുന്നു. ഒത്തിരി പട്ടിണി ഉണ്ടായിരുന്നു, ഒത്തിരി പരിവട്ടമുണ്ടായിരുന്നു. ഭവനങ്ങളിൽ നോക്കിയാൽ ആഹാര പദാർത്ഥങ്ങളില്ല. ഒത്തിരി ക്ഷാമത്തിലായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മരച്ചീനി, കേരളീയരുടെ പ്രധാന ആഹാരമെന്ന് പറയപ്പെടുന്നത്, ആ കാലത്തിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് നെല്ലരി എന്നാണ്. നെല്ലരി കേരളീയരുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരി എന്നാണ്, നെല്ലിൻ്റെ അരി. എന്നാൽ നമ്മുടെ ആഹാരം എന്തായിരുന്നു? ഹല്ലേലൂയ, നമ്മുടെ ആഹാരം അരച്ചീനിയായിരുന്നു. നെല്ലരിയൊന്നും കിട്ടാനില്ലാത്ത കാലം. അങ്ങനെ ഞാനൊരു കേൾവിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ നമ്മുടെ സ്കൂളിൽ, ക്ലാസ്സിൽ, നമ്മൾ പാഠശാലയിൽ ഒരു പരീക്ഷ വന്നപ്പോൾ അതിലൊരു ചോദ്യമായിരുന്നു, കേരളീയരുടെ മുഖ്യ ആഹാരം എന്താകുന്നു? നെല്ലരിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് അവർ ചോദ്യം ചെയ്തിരുന്നത്. അതിൽ കുറേ ഉദാഹരണങ്ങൾ എഴുതിയിരുന്നു. നെല്ലരി ഉണ്ടായിരുന്നു, മരച്ചീനി ഉണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. ഒരു വ്യക്തി, ഒരു കുഞ്ഞ് എഴുതി, ഒരു കുട്ടി എഴുതി മരച്ചീനി എന്ന് എഴുതി. ഹല്ലേലൂയ. നമ്മൾ മരച്ചീനി മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് മരച്ചീനി തിന്നാണ് നമ്മളൊക്കെ ചെറുപ്പകാലം കഴിച്ചു പോയത്. മരച്ചീനി പോലും കിട്ടാനില്ലായിരുന്ന കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടം വളരെ സമൃദ്ധിയുടെ നടുവിലാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് മരച്ചീനിയോ നമുക്ക് ഗോതമ്പൊക്കെ വാങ്ങണമെങ്കിൽ റേഷൻ കടയിലൂടെ ഒരു അല്പം ഒക്കെ ലഭിക്കും. റേഷനായിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി പരിവട്ടമൊക്കെ നിറഞ്ഞിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അമേരിക്കക്കാർ നമ്മളോടൊക്കെ മനസ്സലിഞ്ഞിട്ട്, ലോകത്തിലെ മറ്റൊരു മക്കളെയോട് മനസ്സലിഞ്ഞിട്ട് ഒത്തിരി നന്മകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പകർന്നുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടി പകർന്നു? തലേ കൂടി വണ്ടി ഓടണം അങ്ങോട്ട് പകരാൻ. ഗോതമ്പ്, ചോളം, സംസ്കരിച്ച, ഇന്ത്യക്കാരെ തലകൊത്തി നിന്നാൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സംസ്കരിച്ച ഗോതമ്പ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അന്ന് പാചകം ചെയ്യുന്ന സ്കൂളിലും ആശുപത്രികളിലൊക്കെ പലയിടത്തും പാചകം ചെയ്യുന്ന ഗോതമ്പ്, അതിൻ്റെ മണം ഇന്ന് കേൾക്കാൻ സാധിക്കത്തില്ല. അത്ര സംസ്കരിച്ച ഗോതമ്പ്, ശുദ്ധീകരിച്ച, ക്രമീകരണം ചെയ്ത, അത് എത്ര വർഷം ഇരുന്നാലും ഒന്നും ചെയ്യാത്ത ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്. അമേരിക്ക ഇങ്ങോട്ട് നമ്മളെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുമായിരുന്നു. അതും ഗോതമ്പ് മാത്രമല്ല, ചോളം മാവ്, അതേപോലെ നെയ്യ്, പാട്ടക്കണക്കിൽ വാരൽ കണക്കിന് എണ്ണ, മാത്രമല്ല വസ്ത്രം, ഔഷധങ്ങൾ, ഒത്തിരി നന്മകളാണ് ഇങ്ങോട്ട് അവരിങ്ങോട്ട് പകരുന്നത്. നമുക്കിവിടെ നിന്ന് കൊടുക്കാൻ പറ്റും അവർക്ക്? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരിവിടെ വന്ന് ദൈവവചനവും പഠിപ്പിച്ച്, ഹല്ലേലൂയ, അറിവില്ലാർക്ക് അക്ഷരവും പഠിപ്പിച്ചപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞെന്താണ്? ബ്രിട്ടീഷുകാരിവിടെ വന്ന് ഇഞ്ചിയും കുരുമുളകും കൊണ്ടുപോയി കളഞ്ഞെന്ന്. ഇഞ്ചിയും കുരുമുളകുമാണ് അവരൊന്ന് കൊണ്ടുപോയത്, അവരുടെ രാജ്യത്തില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവരിവിടെ കൊള്ളയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ജനം നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ അമേരിക്ക ഒത്തിരി നന്മകളാണ് ഞങ്ങളൊക്കെ അനുഭവിച്ച ആ കാലഘട്ടങ്ങളിൽ. ആശുപത്രികളിലൂടെയും ചർച്ചുകളിലൂടെയും ഒക്കെയും വിതരണം ചെയ്ത ഗോതമ്പ്, നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ഓർക്കുന്നവരും കര ഉയർത്തി എത്ര പേര് അനുഭവിച്ചെന്നറിയട്ടെ? ഞങ്ങൾ വേറെ ആരും അനുഭവിച്ചിട്ടില്ലേ? വിജുവലിസ്റ്റ്, പ്രൈസ് ദി ലോർഡ്. അവരുടെ സഹായം, ഹല്ലേലൂയ, നമ്മളൊക്കെ ഒത്തിരി പേര് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവർക്ക് സഹായിക്കുവാൻ കഴിയും. പക്ഷേ ആ സഹായം ഒക്കെയും ഒരു നാളിൽ അസമിപ്പോവാനിടയിൽ തീർന്നു വന്നു കേട്ടോ. ആ നന്മകൾ ഇങ്ങോട്ട് കയറ്റി അയച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുൻകാലത്ത് ആ നന്മകളെ അവരിങ്ങോട്ട് നമ്മുടെ രാജ്യത്തിലുള്ള ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമായി മാറും, നന്മയായി തീരുമെന്ന് കരുതി അവർ അയച്ചു കൊണ്ടിരുന്നു. പിന്നത്തേതിൽ BJP ഗവൺമെൻറ് വന്നപ്പോഴുണ്ടല്ലോ അതിനെ നിർത്തൽ ചെയ്ത് കേട്ടോ. BJP ഗവൺമെൻറ് അവരോട് ചോദിച്ചതെന്നറിയാം, ഇത് ഇന്ത്യ വളക്കുഴിയോ എന്നാണ്.
ഈ സംസ്കരിച്ച ഗോതമ്പ് ഇവിടെ കൊണ്ടിറക്കുന്നത് വളക്കുഴി, ഇന്ത്യ വളക്കുഴിയോ എന്നാകുന്നു. അതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തു. ആ വരവിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. ആ നന്മയെ, അനുഗ്രഹത്തെ ക്യാൻസൽ ചെയ്യുവാനിടയിൽ തീർന്നു. പിന്നത്തേതിൽ നമ്മുടെ സ്കൂളിലൊക്കെയും അങ്ങനെ ആദ്യകാലത്തിൽ ആഹാര പദാർത്ഥങ്ങൾ അമേരിക്കയുടെ ഗോതമ്പ്, ചോളവും മറ്റുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരുന്ന നന്മ അങ്ങ് നഷ്ടമായി തീർന്നു. പിന്നത്തേതിൽ സ്കൂളിലെ ദരിദ്രരായ പിള്ളേർക്ക്, ഒത്തിരി പേരും ദരിദ്രരാണ് സ്കൂളിൽ, ആർക്ക് സ്വന്തമായിട്ട് ഭക്ഷണമുണ്ട്, അവർക്ക് പിന്നെ സ്കൂളിലെ അധ്യാപകന്മാർ ഓരോ ഭവനങ്ങളിൽ പിരിവെടുത്ത് കഞ്ഞി വെച്ച് കൊടുക്കുവാനിടയിൽ തീർന്നു. ആഹാരം കൊടുത്തു വന്ന സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി പിരിവെടുത്ത് പിരിച്ച് ഈ ഭവനങ്ങളിൽ, വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിൽ പിരിവെടുത്ത് കഞ്ഞി വെച്ച് കൊടുക്കുവാനിടയിൽ തീർന്നു. ഞാൻ എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നന്മയെ നഷ്ടപ്പെടുത്തി ഇന്ത്യ ഗവൺമെൻറ്. അതിലെ സമ്പന്നനായിരിക്കുന്ന ഒത്തിരി രാഷ്ട്രീയക്കാർ, നമ്മളെല്ലാവരും സമ്പന്നനുള്ളവരല്ല. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഇപ്പോൾ എന്തിനേറെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, അമേരിക്ക ഉയർത്തണം, നന്മയെ നന്മയെന്ന് തന്നെ പറയണം, തിന്മയെ തിന്മയെന്ന് തന്നെ പറയണം. ചൈനക്കാർ അല്ലെങ്കിൽ ദൈവം ഉയർത്തി വെച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അവർക്ക് നന്മകൾ പകരുന്നുണ്ട്. അവരുടെ നന്മകളൊക്കെ അവർ സ്വന്തമായിട്ട് തിന്ന് പൊടിച്ച് അവർ തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, പന്നിയിറച്ചി, ഭൂതലത്തിലുള്ള സകല ജീവജാലങ്ങളെയും വെട്ടിയാർത്ത് തിന്ന് പൊളച്ച്, ഹല്ലേലൂയ, പന്നി പെരുകും പോലെ കവള് പെരുക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഒറ്റ മനുഷ്യർക്ക് ഒരു നന്മ ചെയ്യില്ല. അവരുടെ രാജ്യം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം തന്നെ, ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മാത്രമേ മറ്റൊരു വ്യക്തി കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ലോകത്തിൻ്റെ പുത്രന്മാർക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. അമേരിക്ക ആരാണ്? ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തീയ രാജ്യമാണ്. ദൈവത്തിൻ്റെ മക്കൾ തിങ്ങി പാർക്കുന്ന രാജ്യമാണ്. എന്നാൽ ചൈന ഏത് രാജ്യമാണ്? ചൈനയിൽ ഒരു ദൈവം ഇല്ലാത്ത പറയുന്ന രാജ്യമാണ്. അവർക്ക് ഒത്തിരി നന്മകൾ കൊടുത്തപ്പോൾ അവർ നെളിച്ചു പോയി. ഒത്തിരി നന്മകൾ തൊടുന്നതെല്ലാം പൊന്നായി മാറിയപ്പോൾ ഇനി ദൈവത്തിന് ഏത് ദൈവം? ആമേൻ. മനുഷ്യന് വേണ്ടുന്നതെല്ലാം ഭൂമിയിലുണ്ട്. ഇനി ഏത് ദൈവം? ആർക്കാ ദൈവം? പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവർ തിന്ന് പൊളച്ച് പൊടിച്ച്, ആമേൻ, കവളത്ത് പെരുക്കി, ആമേൻ, യൗവനക്കാർ ഒക്കെ ഈ പന്നി ഇറച്ചിയൊക്കെ മുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നില്ലേ? യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ കാണാം, ഒരു പന്നിയൊക്കെ കിട്ടിയാൽ 1-2 പേരായിട്ടൊക്കെ തിന്ന് കളയും. പന്നി ഇറച്ചി അറുത്ത് വെച്ച് ഏത് ജീവിയെ കിട്ടിയാലും, പാമ്പിനെ കിട്ടിയാലും, ഏതിനെ കിട്ടിയാലും അവർ സ്വന്തമായിട്ട് തിന്ന് അനുഭവിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഞാനിത് പറഞ്ഞൊരു സാരാംശം എന്ന് പറയുന്നത്, ദൈവപുത്രന്മാർ, ആമേൻ, ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലൂടെ ദൈവപുത്രന്മാർ യഹോവയ്ക്ക് കൊടുപ്പീൻ. കർത്താവ് പറഞ്ഞു, ആമേൻ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു സഹോദരനോ, ആമേൻ, നിന്റെ ചാർച്ചക്കാരനോ നിന്റെ കൂട്ടുകാരനോ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നിട്ടാണ് കൊടുത്തത്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ കൊടുക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആമേൻ, സമൃദ്ധി അനുഭവിക്കുന്ന ഒത്തിരി പേര് കൊടുക്കുന്നില്ല, പരസ്പരം ആർക്കും ഷെയർ ചെയ്യുന്നില്ല. അത് ഷെയർ ചെയ്യാത്തവർ രാജ്യത്തിൻ്റെ പുത്രന്മാരും, ആമേൻ, കൊടുക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുത്രന്മാർ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ പുത്രന്മാരെ ദൈവം ചേർപ്പാനിടയെ തീരും. രാജ്യത്തിൻ്റെ പുത്രന്മാരെ എന്ത് ചെയ്യും? ഏറ്റവും ഇരുട്ടുള്ള, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, കുഴിയിലേക്ക് തള്ളിയിടുമെന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. രണ്ടാമത് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അമേരിക്ക പോലെ ഇല്ലാത്തവരുണ്ടായിരുന്നെങ്കിൽ, അമേരിക്ക പോലെയുള്ളവരില്ലാതിരുന്നുവെങ്കിൽ, ഇസ്രായേലിനെ പോലെ ഉള്ളവരില്ലായിരുന്നു, നമ്മുടെ രാജ്യമൊക്കെ എന്നേ ഭീകരാക്രമണത്തിലൊക്കെ മുടിഞ്ഞു പോയേനെ. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുവാൻ വേണ്ടി എന്ത് സഹായം അവർ ചെയ്യും കേട്ടോ. അവർ നിഷ്കളങ്കരാണ് അമേരിക്കക്കാരൊക്കെ. അവരാരെയും ഒത്തിരി പേരൊന്നും ഉപദ്രവിക്കുന്നില്ല. പക്ഷേ അവരുടെ ഉപദ്രവം ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയാലും അത് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഉപദ്രവമായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കാൻ വേണ്ടി ചിലർ രക്ഷകർത്താക്കൾ മക്കൾക്ക് ശിക്ഷ കൊടുക്കുന്നില്ല, അടി കൊടുക്കുന്നില്ല, നേരെ നിൽക്ക്,
നേരെ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെയാണ് വേദനിക്കുമ്പോഴും നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മൾ സ്തോത്രം സങ്കീർത്തന പുസ്തകം 29:12 വായിക്കുമ്പോൾ അവിടെ എന്താണ്? സങ്കീർത്തന 29:12 വായിക്കാനായിട്ട് ഇതിൽ സങ്കീർത്തന പുസ്തകം 89:6 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നിട്ട് വായിച്ചതിന് മുകളിൽ വേഗത്തിൽ ചിന്തിച്ച് വേഗത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 89:6. സ്വർഗ്ഗത്തിൽ യഹോവയോട് സദൃശനാർ. ആമേൻ. അതവിടെ നിന്നോട്ടെ. തുടർന്ന് 96-ന്റെ 7-8 വചനം വായിച്ചാട്ടെ. സങ്കീർത്തന പുസ്തകം 96-ന്റെ ജാതികളുടെ കുലങ്ങളെ ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം. യഹോവയുടെ നാമത്തിന് ദൈവത്താല് ആമേൻ ഇവിടെ പറയപ്പെടുന്നത് ജാതികളുടെ കുലങ്ങളെ, വംശങ്ങളുടെ കുലങ്ങളെ, ഗോത്രങ്ങളുടെ കുലങ്ങളെ, ഭാഷകളുടെ കുലങ്ങളെ ദൈവത്തിന് കൊടുപ്പീൻ. എല്ലാവരും ദൈവത്തിൻ്റെതാണ്. ലോകം എത്ര പേര് കൊടുക്കും? ചൈന കൊടുക്കുമോ? എത്ര നമുക്ക് ആയുധം തന്ന് സഹായിക്കുമോ? നമുക്ക് അശ്വബലം തന്ന് സഹായിക്കുമോ? യന്ത്ര സാമഗ്രി തന്ന് സഹായിക്കുമോ? ഹല്ലേലൂയ. അഥവാ എന്തെങ്കിലും ഇവിടെ ഇറക്കി തന്നാൽ കാശ് വാങ്ങിയിട്ടേ പോവുള്ളൂ. മൊബൈൽ ഫോണുകൾ ഒത്തിരിയൊക്കെ ഇറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാശ് സമ്പാദിച്ച് പോവുകയാണ് ചൈന. നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി ഫോണുകൾ ചൈനക്കാരൻ്റെ വകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഒത്തിരി സാധന സാമഗ്രികളാണ് യുദ്ധമൊക്കെ വരുമ്പോൾ ഇവിടെ ഇറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ സഹായിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നത് എന്താ വായിച്ചത്? വായിച്ചത് യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ തിരുമുൽ കാഴ്ചയുമായി. ആമേൻ. ഹല്ലേലൂയ. അത് ഏതാ വചനം വായിച്ചത്? 96-ന്റെ 7-8. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ആമേൻ. ഹല്ലേലൂയ. ലോകം എത്ര പേര് ദൈവത്തിന് കൊടുക്കും? ദൈവപുത്രന്മാർക്ക് മാത്രമേ കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ദൈവപുത്രന്മാരാണെങ്കിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ കഴിയും. അമേരിക്ക ഇന്ന് അനേകർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അനേകർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ചൈനക്കാരൻ, അല്ലെങ്കിൽ ഉത്തര കൊറിയക്കാരൻ, അല്ലെങ്കിൽ ജപ്പാൻകാരൻ, ഇവന്മാരും അവരൊക്കെ സമൃദ്ധിയുള്ള രാജ്യങ്ങളാണ് കേട്ടോ. ആർക്ക് കൊടുക്കുന്നില്ല? ഹല്ലേലൂയ. കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ബലവും ശക്തിയും കൊടുക്കുവാന്നവരായിരിക്കണം. കഴിവ് കെട്ടവർക്ക്, ബലഹീനർക്ക്, ഹല്ലേലൂയ, ദരിദ്രർക്ക് കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടിയുള്ള ഭാഗ്യം കർത്താവ് നൽകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആർക്കാ നമ്മൾ കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 89:6 വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 89 സങ്കീർത്തനം 89:6. സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവനാര്? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായ. ദൈവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായത്. നമ്മളൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. യേശു ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. അവന്റെ അബ്രഹാമിന്റെ വിശ്വാസത്താൽ അവന്റെ പുത്രന്മാർ, അബ്രഹാമിന്റെ പരമ്പരയിലാണ് ദാവീദ്, യേശു, എല്ലാവരുടെ പുത്രന്മാരാണ്. അതിലൂടെ ആ പരമ്പരയിലുള്ള പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ദൈവം നമുക്ക് നൽകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ദൈവം നമുക്ക് നിറച്ചു നൽകുവാനിടയിൽ തീരും. നമ്മളെ ഭണ്ഡാരങ്ങളെ, നമ്മളെ ഉറവുകളെ, ആമേൻ, നമ്മുടെ കലത്തെ, നമ്മളെ ഭരണിയെ അവൻ നിറച്ച് നൽകുവാനിടയിൽ തീരും. നമ്മൾ
അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് അവൻ വലിയ നന്മയാണ് അവൻ പകരുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്ക് വേണ്ടി നൽകുവാൻ വേണ്ടി വലിയ വിളവ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ഞാൻ ദർശനത്തിൽ കണ്ട വ്യക്തിയാണ്. രണ്ടുപേരായിട്ട് ഞാൻ മാത്രമല്ല കണ്ടത്, എന്നോടുകൂടെ ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ദൂതനും ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ആത്മാവിൽ ഒരു പ്രഭാതത്തിൽ എങ്ങനെ എന്നെ കൊണ്ടുപോയി ഒത്തിരി വിളഞ്ഞിരിക്കുന്ന സമൃദ്ധി കൊണ്ട് അവൻ വിളഞ്ഞ് മുട്ടുവേ ആരും എടുത്തിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത നന്മകളെ എന്നെ ദൂതൻ കാണിക്കുവാനിടയിൽ തീർന്നു. നമ്മുടെ മുമ്പിലുള്ള ജനത്തിനും ആമീൻ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമുക്കതിന് മുന്നേറാം. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭവനത്തിനകത്ത് അത് കയറി വരും. കർത്താവ് പറഞ്ഞു, നിൻ്റെ ഭരണിയിൽ എണ്ണ കുറയത്തില്ല, നിൻ്റെ കലത്തിലെ മാവ് നിന്ന് പോകത്തില്ല. അവൻ ജീവിതത്തിൽ ഏത് ക്ഷാമത്തിൻ്റെ, ഏത് ജനക്കത്തിൻ്റെ, ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരുന്നാലും നിൻ്റെ കലത്തിലെ മാവ് കുറയത്തില്ല. ആമേ, നിൻ്റെ ഭരണിയിൽ എണ്ണ കുറയത്തില്ല. നിൻ്റെ വിടുതലുകളിൽ ഒന്നിനും കുറവ് വരത്തില്ല, ഭംഗം വരത്തില്ല. നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞെന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അമേരിക്കക്കാരൻ ഹല്ലേലൂയ അനേകർക്ക് കൊടുക്കുന്നത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേൽ അനേകർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. അത് നിമിത്തം ഒത്തിരി പേർക്ക് അസൂയുണ്ട് കേട്ടോ. ഒത്തിരി രാഷ്ട്രക്കാർക്ക് അസൂയുണ്ട്. അവർ കൊടുക്കുന്നത് കൊണ്ട്, അവർ സഹായിക്കുന്നത് കൊണ്ട്. ലോകം ചോദിക്കുന്നത് അവർ ലോക പോലീസോ എന്ന്. ഹല്ലേലൂയ, ലോക പോലീസ് തന്നെയാണ്. ആമേ, ലോകത്തിൽ അപ്രകാരം ഉള്ളവരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സഹായിപ്പാൻ, നമ്മളെ ആരും എന്തെന്നില്ലാലും നമ്മൾ തകരപ്പെട്ടാൽ ചോദിക്കാൻ. നമ്മുടെ ക്രിസ്ത്യാനികളെ അടിച്ചു തകർത്തിട്ട്, ലോകക്കാർ വന്ന് അടിച്ചു തകർത്തിട്ട്, രാജ്യത്തിൻ്റെ പുത്രന്മാരെ വന്ന് അടിച്ചു തകർത്തിട്ട് നമ്മളെ ചോദിക്കാൻ ആൾ വേണോ? ദൈവമക്കളെ, രാജ്യത്തിൻ്റെ പുത്രന്മാർക്ക് ദൈവമില്ല. അവർ കൊടുക്കണ്ട, വാങ്ങണ്ട. അവർ സ്വന്തമായിട്ട് അനുഭവിച്ച് പന്തി തിന്നും പോലെ തിന്ന് ആമേൻ നശിച്ചു പോകാനിടയിൽ തീരും. ആമേൻ, എന്നാൽ കൊടുക്കുന്നവനെ, ആമേൻ സഹായിക്കുന്നവനെ, സമാധാനം ഉണ്ടാക്കുന്നവനെ ദൈവം പിന്നെ സമൃദ്ധിയായി അനുഗ്രഹിപ്പാനിടയിൽ തീരും. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, ഈ സന്ദേശം ചുരുക്കമായി കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ നന്ദി പറയുന്നു. മുഴുവൻ പേരെ ഏൽപ്പിച്ചു, ഞങ്ങളുടെ സഭയിലെ മുഴുവൻ പേരെയും കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾക്കൊരു നന്മയ്ക്കും കുറവ് ഒരുവനിട വരരുതേ. നിന്റെ പുത്രന്മാരായി ഞങ്ങൾ ജീവിക്കുകയാണ്. നിന്റെ പുത്രന്മാർക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ അങ്ങ് നൽകണമപ്പ. ഞങ്ങൾ വിതയ്ക്കുമ്പോൾ 100 മേനി ലഭിക്കണം. ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മാർഗങ്ങളിലൂടെ, തൊഴിലുകളിലൂടെ, വിതയിലൂടെ, കൊയ്ത്തിലൂടെ, പക്ഷിപർവ്വജാതികളിലൂടെ, മൃഗാദികളിലൂടെ, ഹല്ലേലൂയ സസ്യാദികളിലൂടെ, എല്ലാ തലത്തിലും കർത്താവേ രാജ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന നന്മകളെ അങ്ങ് പകർന്നാലും അപ്പ. യേശുവേ, ഒന്നിനാൽ കുറവ് വരരുതേ, ക്ഷീണിച്ചു പോകാൻ ഇടവരരുതേ, രോഗിയായി തീരുവാൻ ഇടവരരുതേ, പാപിയായി തീരുവാൻ ഇടവരരുതേ. പാപത്തിൽ നിന്ന് പാപമോചനവും സകലതും നൽകി എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്ന കർത്താവ് യേശുവേ, ഓ റീ ഖലാബാസന്തരാധ സമർപ്പണത്തിലേക്ക് ചേരും. നമുക്ക് എത്ര പേർക്ക് ആമേൻ ദൈവപുത്രന്മാരായി ജീവിപ്പാൻ കഴിയും? നമ്മൾ ദൈവപുത്രന്മാരാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ, ഇന്ന് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ സന്ദേശം നമ്മൾ ആമേൻ മറ്റു സഹോദരന്മാർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ ആമേൻ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഉദ്ധാരണത്തിന് കാരണമായി തീർക്കണമേ കർത്താവേ. യേശുവേ, അങ്ങ് കൃപയാൽ നിറയ്ക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നത്. എല്ലാവരെയും താഴ്ത്തുന്നു. മാനവമകത്വം കുറിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നു അപ്പ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.